മനോഹരമായ ദൗത്യത്തിന് 10 ദിവസം നീണ്ട ഏറ്റവും മനോഹരമായ ദൗത്യത്തിന് അവസാനമായിരിക്കുകയാണ്. 4 പേരും ഭൂമിയിൽ തിരികെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഒരു ഫോട്ടോഷൂട്ടാണ് നടക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു. ചന്ദ്രനിൽ നിന്ന് തിരികെ ഭൂമിയിലേക്ക് എത്തി ഭൂമിയുടെ സൗന്ദര്യത്തിൽ അവർ തങ്ങളുടെ ചിത്രങ്ങളെ പകർത്തുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രജിൻ സി കണ്ണന് കൂടുതൽ പറയാൻ സാധിക്കും. പ്രജിൻ, യെസ് ക്രിസ്റ്റീന, നമ്മൾ ആദ്യ ദൃശ്യങ്ങൾ കാണുന്നു. അതായത് നമ്മുടെ ഈ 4 യാത്രികരെയും അവർ പുറത്തേക്ക് വന്നു. അവർക്ക് യാതൊരുവിധ പ്രശ്നം, വളരെ കൂളാണ്. നമ്മൾ തൊട്ട് മുൻപ് നമുക്ക് കണ്ട ചില ദൃശ്യങ്ങൾ, എനിക്ക് തോന്നുന്നു അല്പസമയത്തിനകം ആ പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ എത്തിക്കാൻ കഴിയും. തൊട്ട് മുൻപാണ് വിക്ടർ ഗ്ലോവറും ക്രിസ്റ്റീന കൂക്കും അവിടെ ആ ഹെലികോപ്റ്ററിന്റെ സീറ്റിൽ പുറത്തേക്ക് കാലൊക്കെ ഇട്ട് അവർ വളരെ കൂളായി ഇരിക്കുകയാണ്. അവരുടെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. വലിയ തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന രണ്ടുപേരെയും നമ്മൾ കണ്ടു. അതിന് പിന്നാലെ നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ജേഡ് ഐസക്മാൻ അവരെ കാണാൻ എത്തിയിരുന്നു. അവിടെ ആ ഷിപ്പിലേക്ക് എത്തിയിരുന്നു. 4 പേരെയും നേരിൽ പോയി അവർ കണ്ടു. ഓരോരുത്തരെയും കാണുമ്പോൾ മറ്റുള്ളവരൊക്കെ കൈയടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതായത് ഒരു കൂൾ ജേർണി കഴിഞ്ഞ് വന്ന ഒരു പ്രതീതിയാണ് നമുക്ക് അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഇത്രയും വലിയൊരു നാഴികക്കല്ല് പിന്നിട്ടതിന്റെ ഒരു അഹംഭാവം അവരുടെ മുഖത്ത് കാണാൻ കഴിയുന്നില്ല. വളരെ വളരെ കൂളായിട്ട് അവർ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇവരെല്ലാം പ്രൊഫഷണൽ എക്സ്പേർട്സ് ആണ്. കാരണം ഈ പറയുന്നത് പോലെ ഒരാൾ മിഷൻ, എല്ലാവരും നേവിയുടെ ഭാഗമായിട്ടുള്ളവരാണ്. ഈ പറയുന്നത് പോലെ വിക്ടർ ഗ്ലോവർ ആണെങ്കിലും റീഡ് വൈസ്മാൻ ആണെങ്കിലും ഒക്കെ തന്നെ നേവിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. അവർ ഇത്തരം മിഷൻസിൽ നേരത്തെ പങ്കെടുത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ടാണ് അവർ ഇതിനെയൊക്കെ കാണുന്നത്. ഇനിയിപ്പോൾ അവരിതാ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോവാം. അവരാദ്യമായി നടക്കുന്നു. ഒരു കുഴപ്പവുമില്ല. ചെറിയ സപ്പോർട്ട് അവർക്ക് നൽകുന്നുണ്ടെങ്കിലും വളരെ കൂളായി തന്നെ നടക്കുന്നു. ക്രിസ്റ്റീനയാണ് നടന്നു വരുന്നത്. ക്രിസ്റ്റീന കൂക്ക് നടന്നു വരികയാണ്. അപ്പോ തൊട്ടു പിന്നാലെ നമുക്ക് വിക്ടർ ഗ്ലോവറെ കാണാം. തൊട്ടു പിന്നാലെ റീഡ് വൈസ്മാനെ കാണാം. അപ്പോൾ വളരെ കൂളായിട്ടാണ്. അവർക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഗ്രാവിറ്റിയിലേക്ക് ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ, ഒരു സീറോ ഗ്രാവിറ്റിയിൽ നിന്നും തിരികെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങനെയായിരിക്കും അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നൊക്കെയാണ്. വളരെ ഈസിയാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് നേരത്തെ പരിചയം ഉള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ അതുമായി ഒന്ന് പൊരുത്തപ്പെടുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആദ്യത്തെ ആൾ ക്രിസ്റ്റീന കൂക്ക് നടന്നു പോയി കഴിഞ്ഞു. തൊട്ട് പിന്നാലെ നമുക്ക് ആരാണ് വരുന്നത് നോക്കാം. വിക്ടർ ഗ്ലോവറെ കാണാം ദൂരെ. അപ്പം റീഡ് വൈസ്മാൻ ഉണ്ട്. ഒപ്പം ജെറമി ഹാൻസൺ ഉണ്ട്. അടുത്തയാൾ അവിടെ നടന്നു വരുന്നത് എനിക്ക് തോന്നുന്നു അത് വിക്ടർ ഗ്ലോവർ ആണെന്നാണ്. ദൂരെ നിന്നുള്ള കാഴ്ച കൊണ്ട് കൃത്യമായി മനസ്സിലാകുന്നില്ല. യെസ്, അത് വിക്ടർ ഗ്ലോവർ ആണ്. അവിടെ അദ്ദേഹത്തെ കാണാൻ വന്ന നാസയുടെ ഉദ്യോഗസ്ഥരെ വിഷ് ചെയ്യുന്നുണ്ട്. നടന്നു വരുന്നു. നടക്കാനൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നടന്ന് വരുന്നുണ്ട് ആ കപ്പലിലേക്ക് വിക്ടർ ഗ്ലോവർ. ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങി ഗ്രാവിറ്റിയുടെ ഒന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ ക്ലാപ്പ് ചെയ്ത് വളരെ കൂളായി എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൂടിയാണ് വിക്ടർ ഗ്ലോവർ ഇപ്പോൾ നടന്ന് നീങ്ങിയിരിക്കുന്നത്. ആ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എല്ലാം പോസിറ്റീവായി മാത്രം കാണാൻ കഴിയുന്ന ഒരു മൊമെന്റായി ഇത് മാറുകയുമാണ്. ഇനി 2 പേർ കൂടി പുറത്തേക്ക് വരാനുണ്ട്. ഒന്ന് നമ്മുടെ മിഷൻ കമാൻഡറാണ് റീഡ് വൈസ്മാൻ. മറ്റൊന്ന് ജെറമി ഹാൻസൺ ആണ്. കനേഡിയൻ ആസ്ട്രോനോട്ട് ആണ് ജെറമി ഹാൻസൺ. അതിൽ റീഡ് വൈസ്മാന്റെ കാര്യം നമ്മളൊന്ന് എടുത്തു പറയണമെന്ന് തോന്നുന്നു. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അതിലാണ്. 2 ഗർത്തങ്ങൾക്ക് 2 പേരുകൾ നൽകിയിരുന്നു. ആ പേരുകൾ നിർദ്ദേശിച്ചതും ഇതേ ആർട്ടിമിസ് സംഘം തന്നെയാണ്. അവർ അവിടെ കണ്ട പുതിയ 2 ഗർത്തങ്ങൾ, ഒന്നിന്റെ പേര് ഇന്റഗ്രിറ്റി ക്രേറ്റർ എന്നാണ്, മറ്റൊന്നിന്റെ കരോൾ ക്രേറ്റർ എന്നാണ്. ആ പേരുകൾ നൽകാൻ ഇവർ തന്നെ നിർദ്ദേശം നൽകുകയായിരുന്നു. അതിന് പിന്നിലും കൊണ്ട് ഒരു മനുഷ്യ സ്നേഹത്തിന്റെയൊക്കെ ഒരു കഥ. അതിലൊന്ന് ഈ ഇന്റഗ്രിറ്റി എന്ന പേര് ഇവർ പോയ പേടകത്തിന്റെ ഒരു വിളിപ്പേരാണ്. അതാ അടുത്തയാൾ, ഞാൻ അതിലേക്ക് എത്താം. അതിനുമുമ്പ് മറ്റൊരു ദൃശ്യം കൂടി വരുന്നു. അതുകൊണ്ടാണ് ആ ദൃശ്യത്തിലേക്ക് പോകുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്ത ആളെയാണ്. എനിക്ക് തോന്നുന്നു അത് റീഡ് വൈസ്മാൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോ അത് ജെറമി ഹാൻസൺ ആണ്, മനസ്സിലായിട്ടില്ല. എങ്കിലും ഒരാൾ കൂടി ഇനി വരാൻ ബാക്കിയുണ്ട്. അങ്ങനെ 4 യാത്രികരും നടന്ന് നീങ്ങുന്നതാണ്. ഇനി വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്രേറ്റേഴ്സിന് പേര് നൽകിയതിൽ ഇന്റഗ്രിറ്റി ക്രേറ്റർ എന്ന പേര് നൽകാൻ കാരണം അവർ പോയ പേടകത്തിന്റെ പേര്, ഈ ഒറൈൻ പേടകത്തിന്റെ പേര്, വിളിപ്പേര് ഇന്റഗ്രിറ്റി എന്നാണ്. അതുകൊണ്ട് അവർ പറയുന്നു നമ്മളെ വഹിച്ച ഈ പേടകത്തിന്റെ ഓർമ്മയ്ക്കായി ഇനി ചന്ദ്രനിലെ ഈ ഘട്ടത്തിന് ഇന്റഗ്രിറ്റി എന്ന പേര് നൽകണം. നാസ അത് അംഗീകരിക്കുന്നു. ഈ രണ്ടാമത്തെയാണ് കുറച്ചുകൂടി വൈകാരികമായ കാര്യം. കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് കളറിലുള്ള ഒരു ഗർത്തം അവർ കണ്ടെത്തിയിരുന്നു. ആ ഗർത്തത്തിന് കരോൾ എന്ന പേരിടണം എന്ന് പറഞ്ഞു. അതിനൊരു കാരണമുണ്ട്. റീഡ് വൈസ്മാന്റെ ഭാര്യയുടെ പേരാണ് കരോൾ.
അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവർ 2020 ക്യാൻസർ ബാധയെ തുടർന്ന് മരിച്ചതാണ്. പക്ഷേ ഈ പറയുന്നവരൊക്കെയുമായി ഈ ദൗത്യ സംഘങ്ങൾക്ക് ഒരു കുടുംബം എന്ന രീതിയിലുള്ള ഒരു ബന്ധമുണ്ട് വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ കരോളിന്റെ ഓർമ്മയ്ക്കായി ആ ക്രേറ്ററിന്, ആ ഗർത്തത്തിന് കരോൾ ക്രേറ്റർ എന്ന പേര് നൽകണമെന്ന നിർദ്ദേശം വരുന്നു. അതും നാസ അംഗീകരിക്കുന്നു. അങ്ങനെ മനുഷ്യ സ്നേഹത്തിന്റെയൊക്കെ കുറെ കാഴ്ചകൾ കൂടി കാണാൻ കഴിഞ്ഞു ഈ ദൗത്യത്തിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പോസിറ്റീവായി മാത്രം കാണാൻ കഴിയുന്ന കുറെ നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു ദൗത്യമായി ഈ ആർട്ടിമിസ് 2 ദൗത്യം മാറിയിട്ടുണ്ട്. ക്രിസ്റ്റീന ആൻഡ് സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.